ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണം എങ്കിൽ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളതിന് തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴെങ്കിലും ഒരു മോട്ടിവേഷണൽ വീഡിയോ കേട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇതാവും, മോട്ടിവേറ്റഡ് ആവും, അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ളിലുണ്ടാവും. പിന്നെ അത് മറന്നു പോവും. പിന്നെ നമ്മൾ സാധാ പോലത്തെ കാര്യങ്ങളിലേക്ക് കടന്ന് ഓരോ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോവും. പിന്നെ വല്ല വീഡിയോ ഒക്കെ കാണുമ്പോൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അങ്ങനെ ഇരുന്നാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾക്ക് രക്ഷപ്പെടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചേ പറ്റൂ. ഇപ്പം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരുപാട് പേര് രക്ഷപ്പെട്ടവരൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് അവർക്ക് കുറേ പൈസ ഉണ്ട്, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരാ രക്ഷപ്പെടുന്നതിന് മുൻപ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത്, അവരാ കാര്യത്തെക്കുറിച്ച് എത്രമാത്രം ചിന്തിച്ചിരുന്നു എന്നുള്ളത് അവർക്കേ അറിയൂ. അതേപോലെ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചേ പറ്റൂ. നമുക്ക് ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അതിയായ ഇത് വരണം. എപ്പോൾ നോക്കിയാലും നമുക്ക് ആ ചിന്തയായിരിക്കണം മനസ്സിൽ. അതിന് നമ്മൾ പ്രയത്നിച്ചാൽ തന്നെ നടക്കുകയുള്ളൂ. കാരണം നമ്മളിത് ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ടോ എങ്ങനെയും രക്ഷപ്പെടണം, പിന്നെ ദിവസവും സാധാ പോലെ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി അതങ്ങനെ കഴിഞ്ഞു പോകത്തേ ഉള്ളൂ. നമ്മളൊരു ദിവസം ചിന്തിക്കുന്നതിൽ ഒരു 80% നമ്മൾ രക്ഷപ്പെടണം എന്നതിനെക്കുറിച്ച്, അതിനുള്ള വഴികളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ അതിനുള്ള വഴികളും കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങുള്ളൂ. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ വരുന്ന ചിന്തകളിൽ 80% നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതായത് നമ്മൾ വിജയിക്കണം, അതിനെന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്താൽ വിജയിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു മിനിമം ഒരു 21 ദിവസമെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ പിന്നീട് നിങ്ങൾക്കത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിനുള്ള വഴികളിലേക്കും സാഹചര്യങ്ങളിലേക്കും സാധ്യതകളിലേക്കും നമ്മൾ എത്തിപ്പെടും. അങ്ങനെ ആ ഒരു പ്രവൃത്തിയിൽ എത്തിപ്പെടുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മൾ തയ്യാറാവാതെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. നമ്മളതിന് തയ്യാറാവണം, നമ്മളതിന് മെനക്കെടുക തന്നെ വേണം. അതല്ലാതെ നമ്മളതിന് വേണ്ടിയുള്ള ഇത് ഏറ്റെടുക്കാതെ മറ്റൊരാൾ വന്ന് നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു ചിന്തയിലോ അല്ലെങ്കിൽ മെൻറ്റാലിറ്റിയിലോ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളൂ. ഇല്ല അയാൾ രക്ഷപ്പെടുത്തും, ഇയാൾ അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു തരും, അങ്ങനെയില്ല. നമ്മൾ ഈ വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ള വഴികൾ പല രീതിയിലും നമുക്ക് കാണിച്ചു, ചിലപ്പോൾ പല ആളുകളുടെ രൂപത്തിൽ രൂപത്തിലായിട്ട് നമുക്കതിനുള്ള വഴികൾ കണ്ടെത്തും. അതിനാദ്യം നമ്മൾ തന്നെ ഇറങ്ങണം. നമ്മൾ തന്നെ ഇറങ്ങി നമ്മൾ മനസ്സുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ്. മനസ്സുകൊണ്ട് നമ്മളതിന് തയ്യാറായി നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഒരു ദിവസത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ 80% നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും എന്താണ് അതിനൊരു വഴി, അതിന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു 21 ദിവസം അങ്ങനെ പോകുമ്പോൾ അതങ്ങനെ ശക്തമായിട്ട് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എത്തിവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ചിന്തയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് രാവിലെ എഴുന്നേറ്റ് ഒരു മെഡിറ്റേഷനൊക്കെ ശീലമാക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ശീലമാക്കുക. കാരണം ഇന്ന് വിജയിച്ചവരുടെ ജീവിത രീതി നോക്കിയാൽ അവരിൽ പലരും, കാരണം ഒരു ജീവിതത്തിന് ഒരു കൃത്യമായ രാവിലെ എഴുന്നേൽക്കുക, എന്നിട്ട് അതിന് മെഡിറ്റേഷൻ ചെയ്യുക, മറ്റ് വർക്കൗട്ട് ചെയ്യുക, അങ്ങനെ ഒരു കൃത്യതയിലൂടെ പോകുന്നവരാണ് എല്ലാം നേടിയെടുത്തിട്ടുള്ളത്. അല്ലാത്തവർക്കൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയവരുണ്ടെങ്കിൽ അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. അപ്പം നമുക്കിത് നിലനിന്ന് പോകണം, നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും അതിന് നമ്മൾ ഇറങ്ങിയേ തീരൂ. നമ്മളതിന് പ്രവർത്തിച്ചേ തീരൂ. പ്രവർത്തിക്കാതെ ഒന്നും നമ്മളിലേക്ക് എത്തില്ല. പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും
എളുപ്പമായി നമ്മളിലേക്ക് എത്താനാണ് നമ്മൾ ഈ ഇതിലൊക്കെ പറയുന്ന പല വഴികളും, പല മാനിഫെസ്റ്റേഷൻ നടക്കുന്നതും ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നതും ഒക്കെ അതിലേക്കുള്ള വഴികൾ എളുപ്പമാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണോ ആഗ്രഹം വെച്ചാൽ ആ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ടേയിരിക്കണം, നെഗറ്റീവായി ചിന്തിക്കരുത്. പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ടിരിക്കും തോറും നമ്മളിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു എന്ത് ചെയ്യണം നമുക്ക് എന്നുള്ളത് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, എന്താണൊരു വഴി എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പോലും ഒരു പരസ്യത്തിൻ്റെ ബോർഡ് കണ്ടാൽ, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ, ഒരു ബസ്സിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ പോകുമ്പോഴൊക്കെ നമ്മളെ ശ്രദ്ധ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മളെ ശ്രദ്ധ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കൂ, ഒരു വീട് പുതിയ വർക്ക് നടക്കുമ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ ആദ്യം പോകുന്നത്. ഒരു വാഹനം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കാറ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോൾ ആ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ അതേ മോഡൽ കാറുകളിലായിരിക്കും കൂടുതലും നിങ്ങളുടെ ശ്രദ്ധയിൽ പതിയുക. കാരണം അപ്പോൾ അതിൻ്റെ അതുവരെ നിങ്ങളുടെ മുന്നിൽ കൂടെ പല പ്രാവശ്യം ആ കാറ് പോയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളത് വാങ്ങാൻ ഉദ്ദേശിച്ചാൽ ആ കാറിനെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെയാണ് എന്ത് കാര്യം, നമ്മൾ എന്തിലേക്കാണോ നമ്മളത് ശ്രദ്ധിക്കുന്നത് അതാണ് നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നതും. അപ്പം നിങ്ങൾ രക്ഷപ്പെടാനൊരു വഴിയാണ് തേടുന്നത് എങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങിയ രക്ഷപ്പെടാനുള്ള പല വഴികളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങും. അതിൽ നിന്ന് ഏതാണ് നല്ലത് എന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് നമ്മൾ ശ്രമിച്ചേ പറ്റൂ. അങ്ങനെ നമ്മൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാര്യം നമ്മൾ പുറത്തിറങ്ങി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് നല്ലത് തിരഞ്ഞെടുത്ത് അതിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിട്ട് വിജയിക്കാൻ കഴിയും. അതിന് അത് മടി പിടിച്ചിരിക്കാതെ നമ്മളതിന് മുന്നിട്ട് ഇറങ്ങിയേ പറ്റൂ, എങ്കിലേ വിജയിക്കൂ. അപ്പോൾ എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങുക. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ജീവിതം കിട്ടട്ടെ. കാരണം വിജയമാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തും.